അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാം. പക്ഷെ അല്ല പുറത്തുള്ള ആളാരെങ്കിലും തൊടാൻ പറ്റില്ല. കാരണം നമുക്ക് പ്രാസാദ ശുദ്ധി നിർബന്ധമാണ് ഇതിനകത്ത്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്കും ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാം. പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ മക്കളാണ്, അവരാണ്, ഇവരാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തൊടരുത്. അതുപോലെ തന്നെ ഇവരെ അവിടെ ഇരിക്കുന്നവരാരും തൊടുകയും ചെയ്യരുത്. അങ്ങനെയും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങോട്ടും പോയി തൊടാൻ പാടില്ല, അവിടെ ഇരിക്കുന്നവരാരും പോയി തന്നെ ഇവരും വന്ന് സ്പർശിക്കാൻ പാടുള്ളതല്ല. പുറത്തോട്ടിറങ്ങിക്കോ. അവർ ആനക്കൂട്ടിൽ നിന്ന് പുറത്തോട്ടണം, ആനക്കൂട്ടിൽ നിന്ന് പുറത്തോട്ടണം, ആനക്കൂട്ടി ചോദിച്ചു. അത് തൊടിയാണോ നമ്മൾ തൊടിയിക്കണ്ട, തൊടിയാണോ നിങ്ങളെ മിക്കവാറും ഇങ്ങോട്ട് വഴിപാട് സമർപ്പിക്കാൻ വരുന്നത് നിങ്ങളെ ഇടിച്ചിട്ട് വരുന്നു. ഇങ്ങോട്ട് നീങ്ങിക്കും. ഞാൻ തോന്നില്ല, ഞാൻ പറഞ്ഞില്ല. ഇങ്ങോട്ട് നീങ്ങിക്കും, ഇങ്ങോട്ട് നീങ്ങിക്കും, ഇവിടോട്ട് നീക്കുക. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചെന്ന് ചന്ദനം തൊടിക്കാം. കുട്ടികളെ എല്ലാവരും കേട്ടോ, ചന്ദനം മാത്രം ഒരാളും കൊണ്ടു. ചന്ദനം തൊടിച്ചവർ മാത്രം കുങ്കുമം തൊടിക്കുക, അല്ലാത്തത് കുങ്കുമം തൊടിക്കേണ്ട. വരുന്ന ആദ്യം മുതൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, ഓർമ്മ വേണേ കേട്ടോ. നന്ദമോള് അങ്ങോട്ട് നോക്കിയിരിക്കാതെ വാ, എല്ലാ ഇലയിലും ചെല്ലണം. എന്തുവാ വെണ്ണയാണ് കേട്ടോ. ഓരോ സ്കൂളിലും എല്ലാവരും എല്ലാവരും അവിടെ തന്നെ നിൽക്കണം. നിങ്ങൾ പുറത്തോട്ട് പോയി ആരും സ്പർശിക്കരുത്. ഒരാൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, ഒരാൾ പുറകെ കിടന്ന് കറങ്ങുന്നത്, അമ്മ എന്താ പുറകെ കിടന്ന് കറങ്ങുന്നത്, ആരെങ്കിലും തുടരുത് കേട്ടോ. തൊടാതിരിക്കണം. ഇത് കഴിയുന്നത് വരെ നന്ദഗോപൻ തപമിരുന്ന് സുന്ദര നന്ദഗോപൻ തപമിരുന്ന് സുന്ദര വായ്ക്കൂര വിട്ട് എന്താ വായ്ക്കൂര വിടാൻ പറയുമ്പോൾ ഇടാത്തത്? ഇവിടെ കർപ്പൂരം ആരാധിക്കുക, അതുകൊണ്ട് വായ്ക്കൂര വിടാൻ പറഞ്ഞത്. പടിഞ്ഞാറുള്ള